ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. കാണുമ്പോഴേ അറിയാലോ ഇതൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ? അതിനായി 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകണം. കഴുകിയ ശേഷം ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാം. അതിനുശേഷം വെള്ളം വാർന്നു പോകാനായി ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു കുക്കറിൽ 1/4 ഭാഗം വെള്ളം വെക്കണം. വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 സ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചു വന്ന ശേഷം നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ അരിയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അരി ഇട്ട ശേഷം തിളച്ചു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അരി ഒന്ന് വേവിച്ചെടുക്കാം. അരി ഒരുപാട് വെന്തു പോവരുത്. ഒരു 90% വേവാകുമ്പം അതൊന്ന് ഊറ്റിയെടുക്കണം. അരി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അമർത്തുമ്പോൾ വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞിട്ടും ഇല്ല. അപ്പൊ നമുക്കിതിനെ ഒരു അരിപ്പിയിലേക്ക് എടുത്ത് മാറ്റാം. അരിയൊന്നും പരസ്പരം ഒട്ടിയിട്ടുമില്ല, കുഴഞ്ഞു പോയിട്ടുമില്ല. അരി വേവിക്കുന്നതിന് മുമ്പ് ശരിയായി കഴുകിയിട്ടില്ലെങ്കിൽ അതിൽ സ്റ്റാർച്ച് നിന്ന് ഒട്ടലുണ്ടാവും. ഒരുപാട് വെന്ത് കുഴഞ്ഞാലും ചോറിന് ഒട്ടലുണ്ടാവും. ഈ ചോറ് നല്ലപോലെ തണുക്കണം. അതിനായി ഒരു വലിയ പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കാം. ചിലർ തലേന്ന് തന്നെ ചോറുണ്ടാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട്. എന്തായാലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തണുത്ത ചോറാണ് ആവശ്യം. ചോറ് തണുത്ത ശേഷം അതൊന്ന് അടച്ചു വെക്കണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി ഹാർഡായി മാറും. ഇതാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായി എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, 1 പച്ചമുളക് ചെറുതായി മുറിച്ചത്, സ്പ്രിംഗ് ഓണിയന്റെ വെള്ള അല്ലെങ്കിൽ സവാള 1.5 ടേബിൾ സ്പൂൺ. ആദ്യം ഒരു വലിയ കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് 40 സെക്കൻഡ് വഴറ്റാം. അതിനുശേഷം പച്ചമുളകും സവാളയും കൂടി ഇട്ട് വീണ്ടും ഒരു 15 സെക്കൻഡ് വഴറ്റിയെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കടായി അടുപ്പത്ത് വച്ചത് മുതൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിയുന്നത് വരെ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. 10 ബീൻസ്, 1 ക്യാരറ്റ്, 1/2 ക്യാപ്സിക്കം, പിന്നെ 1 പിടി കാബേജ് സ്ക്വയറായി മുറിച്ചത്. ഇതെല്ലാമാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ക്യാപ്സിക്കം ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായി വെച്ചിട്ടുണ്ട്. ഈ പച്ചക്കറികളുടെ കളർ നിലനിർത്താനായി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പച്ചക്കറികൾ ഒരുപാട് കുക്ക് ചെയ്യരുത്. ഇതിനൊരു ക്രഞ്ചി ഇഫക്റ്റ് വേണം നമുക്ക് കഴിക്കുമ്പോൾ. പച്ചക്കറികൾ ഒരുപാട് വെന്തുപോയാൽ അതിൽ നിന്നും വെള്ളം ഇറങ്ങി ചോറാകെ കുഴഞ്ഞു പോകും. ഈ പച്ചക്കറികൾക്ക് ആവശ്യമായത്ര ഉപ്പിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും പച്ചക്കറികൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. 1.5 ടീസ്പൂൺ സോയാ സോസ് ആണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ സോയാ സോസിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മറക്കരുത്, സ്റ്റവ് ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചോറില്ലേ, അത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ തണുത്തിട്ടുണ്ട്. പരസ്പരം ഒട്ടി പിടിച്ചിട്ടേ ഇല്ല. ഫ്ലെയിം ഹൈയിൽ തന്നെയാണ്. ചോറും പച്ചക്കറികളും നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വളരെ പതുക്കെ വേണം ഇളക്കാൻ. ചോറ് പൊടിഞ്ഞു പോവരുത്. എല്ലാം ഒന്ന് മിക്സ് ആയ ശേഷം 2-3 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റണം. ചോറിന് ഒരു സ്മോക്കി ഫ്ലേവർ വരാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വഴറ്റണം. അപ്പൊ ചോറൊന്ന് ഫ്രൈ ആയി വരും. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും പതുക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. കൂട്ടുകാരെ, ഈ റെസിപ്പി എങ്ങനെയുണ്ട്? ഫ്രൈഡ് റൈസും അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമന്റായി അറിയിക്കുകയും വേണം. ഇനിയിപ്പം ഫ്രൈഡ് റൈസ് കഴിക്കാൻ ഹോട്ടലിൽ പോവണ്ട. നമുക്ക് ഇതുപോലെ രുചികരമായ ഒരു ഫ്രൈഡ് റൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഇതിന് പ്രത്യേകിച്ചൊരു കറിയൊന്നും വേണ്ട. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ മതിയാവും. ഫ്രൈഡ് റൈസ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത ശേഷം നമുക്ക് കഴിച്ചു തുടങ്ങാം. നേരത്തെ മാറ്റി വെച്ച ക്യാപ്സിക്കം വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതുപോലുള്ള കിടിലൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അരി സോക്ക് ചെയ്താൽ ചോറ് ഡ്രൈ ആവില്ല. ഒട്ടാത്ത വേർപിരിഞ്ഞ ചോറ്, ശരിയായ ഉപ്പ്, ഹൈ ഹീറ്റിലെ വേഗമുള്ള സ്റ്റിർ ഫ്രൈ, ഇതാണ് സീക്രട്ട്. അങ്ങനെ സോസുകളുടെ രുചിയുള്ള സ്മോക്കി ഫ്ലേവറുള്ള പെർഫെക്റ്റ് ഫ്രൈഡ് റൈസ് റെഡി.